പകുതി തടഞ്ഞിട്ടുള്ള ഒരാളാണ്. ബാക്കി ഭാഗം ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് നടക്കുകയാണ്. അങ്ങനെയാണ് കൊടുങ്ങല്ലൂർ വീണ്ടും എത്തുന്നത്. എനിക്ക് കൊടുങ്ങല്ലൂരായിട്ട് ബന്ധം എന്ന് പറയുന്നത് വളരെ പണ്ട് 81 ഞാൻ വിവാഹിതനാകുന്നത്. 81 ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. അന്ന് കമലിനൊന്നും പരിചയപ്പെട്ടിട്ടില്ല. അതിനു മുമ്പ് എനിക്ക് കമലിൻ്റെ വളരെ അമ്മാവനായിട്ടുള്ള പടിയത്ത്, അതുപോലെ ബഹദൂർക്ക, ഇവരൊക്കെ പരിചയമുണ്ടായിരുന്നു. മദ്രാസിൽ വെച്ചിട്ടുള്ള പരിചയം. പിന്നെ ഇവിടെ എൻ്റെ വൈഫിൻ്റെ ചെറിയമ്മ ഇവിടുത്തെ സ്കൂളിൽ ഹെഡ് മിസ്സസായിരുന്നു, ശ്രീദേവി ടീച്ചർ. ചിലപ്പോൾ മുതിർന്ന ആൾക്കാർക്ക് അറിയിക്കും. അങ്ങനെ അവരെ കാണാനാണ് ഞാൻ അന്ന് ഇവിടെ വരുന്നത്. അങ്ങനെ ഇവിടെ പറയാൻ ഒഴിവാക്കാൻ പറ്റാത്ത 2-3 കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഒന്ന്, കലാകേന്ദ്രം എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ്. അതവിടെ നടക്കുന്നുണ്ട്, ഇപ്പോഴും നന്നായിട്ട് നടക്കുന്നുണ്ട്. അവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വർഷങ്ങൾക്ക് മുമ്പ് കമൽ ഒരു മ്യൂസിക് തെറാപ്പിയുടെ ഒരു കൺവെൻഷൻ ഉദ്ഘാടനത്തിലും ഈ വീൽ ചെയർ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു കുറേ ആൾക്കാർക്ക്. അതിൻ്റെ കൊടുക്കാൻ വേണ്ടിയും കമലിനെ ക്ഷണിച്ചിരുന്നു. കമലോട് വന്നിരുന്നു. കമലിനെ അങ്ങനെ ആ കലാകേന്ദ്രമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ച് ഇവിടെ തുടങ്ങുന്നു എന്ന് ഡേവിഡ് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഞാൻ ഡേവിഡിനോട് പറഞ്ഞു, ഇത് വെച്ചിട്ട് പണം ഉണ്ടാക്കാനൊന്നും പറ്റില്ല, നമുക്കത് സമൂഹത്തിനെ സേവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനോ ചില്ലറ ചിലവിനൊക്കെ ഒക്കുള്ളൂ. ഞാൻ കമലിനോട് പറഞ്ഞിരുന്നു. ഡേവിഡിനോട് ഡേവിഡായിട്ടുള്ള ആദ്യത്തെ പരിചയം ഒരു ഗലാട്ട കല്യാണമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡേവിഡ് കല്യാണം കഴിച്ചത് ഒരു ഹിന്ദു പെൺകുട്ടിയാണ്. അതിനുവേണ്ടിയാണ് ഡേവിഡ് എന്നെ ക്ഷണിച്ചിട്ട് ആ കുട്ടിയുടെ കൈ ഡേവിഡിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ ഇവിടെ വരുന്നത്. ഡേവിഡായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. ഡേവിഡ് ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോഴും. അന്ന് ഡേവിഡിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഞാനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ കല്യാണത്തിൽ. അത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഇവിടെ ഇവരൊക്കെ എൻ്റെ ഗുരുക്കന്മാരാണ്. എനിക്ക് സിനിമയിൽ വിദ്യാരംഭം നടത്തിയിട്ടുള്ള എൻ്റെ അഭിവന്ദ്യ സംഗീത ഗുരുനാഥനാണ് ഈ ജെറി മാഷ്. ജെറി മാഷായിട്ട് ഞാൻ ചേരുന്നത് ആദ്യത്തെ പാട്ട് ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാന രാഗലയം, ഈ പാട്ടാണ് ആദ്യം. അതാണ് വിദ്യ കുറിച്ചത്, എൻ്റെ സിനിമയിലെ വിദ്യ കുറിച്ചത്. പക്ഷെ ആ സിനിമ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഓരോ പാട്ട് തുടങ്ങുമ്പോഴും ഞാൻ മാഷ ഓർക്കും. അതേപോലെ എൻ്റെ രണ്ടാമത്തെ പടം മോഹൻ സിതാരയാണ്. കുടുംബപുരാണം എന്ന പടമാണ് എൻ്റെ രണ്ടാമത്തെ പടം. ആ രണ്ടാമത്തെ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ മോഹൻ സിതാരൻ. അങ്ങനെ ഇവർ രണ്ടുപേരാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ കമലാണെങ്കിൽ എൻ്റെ ഏറ്റവും മനോഹരമായ പാട്ടുകൾ മുഴുവൻ കമലിൻ്റെ പടമല്ല. എന്തിനു വേറെ സൂര്യത ആത്മാവിൻ്റെ പുസ്തകത്താണ് തുടങ്ങിയിട്ട് എത്രയോ പാട്ടുകൾ കമലിൻ്റെ. അതുകൊണ്ട് കമലിനോട് പ്രത്യേകിച്ചൊരു മമതയുണ്ട്, കമലിനോട് ഭയങ്കര സ്നേഹമുണ്ട്. വളരെ അങ്ങനെ കൊടുങ്ങല്ലൂരായിട്ട് എനിക്ക് വളരെ ബന്ധമുണ്ട്. ഈ ബന്ധം ഞാൻ ഓർമ്മിപ്പിക്കുന്നു.